ഓക്കെ, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഫസ്റ്റത്തെ ടാസ്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് 9895 നമ്പറാണ് നമ്മുടെ കയ്യിൽ. അതിപ്പോൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അറിയാം നമുക്ക്. ഇതിവിടെ അടിയിൽ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, അപ്പോൾ കാണാമല്ലോ 9895 വാട്സപ്പാണ്. ഇനി വേറെ ഒരു സ്ഥലത്ത് ഞാൻ മറ്റേ 8921 ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഇനി 8921 9895 എന്നാണ് പറയാന്ന്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാറ്റലോഗ്. ഓക്കെ, അതിൽ വാട്സപ്പ് കാറ്റലോഗിലേക്ക് പോകാൻ ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കാറ്റലോഗിൽ പോവാം. ഈ നമ്പറിലും 2 സ്ക്രീനുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ യൂസായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നോക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 9895 8921 നമ്പറിലെ കാറ്റലോഗും തമ്മിൽ സെയിം വരണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുക. ഇതാണ് 9895, ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഇരിക്കുന്ന സാധനം. ചില സമയത്ത് ഇത് വാട്സപ്പ് ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടി വരും കേട്ടോ, എന്നാലേ അത് കാറ്റലോഗ് ലോഡാവുള്ളൂ. ഇനി 8921 നമ്പറിൽ സിയോൾ അടിക്കുക, അപ്പോൾ എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ടീക്ക് സോഫ സെറ്റ് കളക്ഷൻ. ഇനി ഇവിടെ കാറ്റലോഗിൽ പോവുക, സിയോൾ അടിക്കുക. അപ്പോൾ ആദ്യത്തെ സെറ്റിയുടെ പേര് ഓർക്കിഡ് ടീക്ക് കോർണർ സോഫ. ഇവിടെയും ഓർക്കിഡ് ടീക്ക് കോർണർ സോഫ തന്നെയാണ്. ഇനി അത് രണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇത് തുറക്കുക, അതേപോലെ ഇത് തുറക്കുക. പിക്ചർ മാറിയാലും കുഴപ്പമില്ല, വലിയ ഇഷ്യൂ ഇല്ല. ഓക്കെ, പിക്ചർ മാറിയത് കൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് കണ്ടൻ്റാണ് ഒരേപോലെ ആക്കണ്ടേ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 9895 നമ്പറിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതെടുത്ത് 8921ക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ ഇവിടെ ബെറ്റർ എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ എഡിറ്റ് ഞെക്കുക, അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയി കിട്ടും സുഖമായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കോപ്പി ചെയ്താലും മതി, ഇങ്ങനെ കോപ്പി ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പേരെടുത്തു, ഇത് അതേ പേര് തന്നെയാണ്. അപ്പോൾ പിന്നെ അത് ചെയ്യണ്ട. ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് മൊത്തം മാറിക്കണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിസ്ക്രിപ്ഷൻ മൊത്തം കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ 8921 എല്ലായിടത്തും പോയി സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാം പോയി കിട്ടും. എന്നിട്ട് പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പുതിയത് വന്നു. ഓക്കെ, ഇത്രേ ചെയ്യണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് അടിക്കുക, കഴിഞ്ഞു. ഇതാണ് ചെയ്യാറുള്ളത്. ഇനി രണ്ടാമത്തെ ഇതുപോലെ രണ്ടാമത്തെ ചെയ്യാം. ഈ സോഫ സെറ്റ് എടുക്കുക, അതേപോലെ ഇത് ഈ സോഫ സെറ്റ് എടുക്കുക, എഡിറ്റ് ബട്ടൺ അടിക്കുക. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാറാവും. ഇവിടെ എഡിറ്റ് ബട്ടൺ അടിക്കണം എന്നില്ല സോഴ്സിൽ, കാരണം നമ്മൾ കോപ്പി ചെയ്യാണല്ലോ ഇവിടുന്ന്. ഇനി പേര് നോക്കുക ശരിയല്ലേ, ഓർക്കിഡ് ടീക്ക് സോഫ സെറ്റ് 3+1+1. ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക, പേരൊക്കെ സെയിം ആയതുകൊണ്ട് ഇവിടേക്ക് വരിക, ഡിസ്ക്രിപ്ഷനിൽ ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ്, സേവ്. ഇത്രേ ചെയ്യണ്ടു. ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തേക്ക് പേസ്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ പേര് സെയിം അല്ലേ നോക്കിയിട്ട്.